CRPF-ൽ 9000 കൂടുതൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. പക്ഷേ അപ്ലൈ ചെയ്യുന്ന പലർക്കും ഒരുപാടധികം കൺഫ്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് വേക്കൻസീസ്, ഏതൊക്കെയാണ് പോസ്റ്റ്, അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്താണ്, ടെസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് പലർക്കുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ഈ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വന്നുള്ളത് 20 ഏപ്രിലാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 19 മെയ്യിലായിരിക്കും. ഇനി നമുക്ക് നേരെ തന്നെ നോക്കാം ഏതൊക്കെ പോസ്റ്റ്. പേ സ്കെയിലാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. പേ സ്കെയിൽ പേ ലെവൽ 3 ആണ് വരുന്നത്. 21,700 മുതൽ 69,100 വരെയാണ് പേ സ്കെയിൽ വരുന്നത്. ഇനി വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ തസ്തികയിലാണ് വരുന്നത്. അതിനകത്ത് ടെക്നിക്കലും ട്രേഡ്സ്മാൻ ലെവലിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നോക്കുന്നത് നമ്മുടെ ഡ്രൈവർ തസ്തിക തന്നെയാണ്. അതുപോലെ തന്നെ ബ്രാസ് ബാൻഡ് ഉണ്ട്, ബാർബർ ഉണ്ട്, ബഗ്ലർ ഉണ്ട്, കോബ്ലർ, കുക്ക്, കാർപ്പൻ്റർ, മാലി ഉണ്ട്, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്കും ഒരുപാട് പേര് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. പൈപ്പ് ബാൻഡ് ഉണ്ട്, പെയിൻറ്റർ ഉണ്ട്, സഫായി കാംവാല ഉണ്ട്, ടൈലർ, വാട്ടർ കാരിയർ, വാഷർമാൻ, അങ്ങനെ എല്ലാ പോസ്റ്റുകളുള്ളത്. നമ്മൾ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാടധികം പോസ്റ്റ് ഉണ്ട്. 304 പോസ്റ്റുകൾ കേരളത്തിൽ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത കാര്യം മൊത്തത്തിൽ എത്ര പോസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 9096 പോസ്റ്റാണ് നമുക്കുള്ളത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പോസ്റ്റുള്ളത് ഡ്രൈവർ തസ്തികയിലേക്ക് തന്നെയാണ്. നിങ്ങൾ മിക്കവരും അതിനകത്ത് ട്രൈ ചെയ്യുന്നത് ഡ്രൈവർ തസ്തികയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡ്രൈവർ തസ്തികയിലേക്ക് പറ്റുന്നവർ എല്ലാവരും അപ്ലൈ ചെയ്യാം. പിന്നെ ഫീമെയിൽ പോസ്റ്റുകളുണ്ട്. 79 ഫീമെയിൽ പോസ്റ്റാണുള്ളത്. കേരളത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 പോസ്റ്റുകളും ഉള്ളതാണ്. ഇനി പയനീർ പോസ്റ്റുകളുണ്ട്. അതിനകത്ത് മെയ്സനും ഇലക്ട്രീഷ്യനാണ് ചോദിക്കുന്നത്. അത് മൊത്തത്തിൽ 20 പോസ്റ്റുകളാണ് ഉള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിനകത്ത് ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് കോൺസ്റ്റബിൾ ഡ്രൈവർ, നിങ്ങളെല്ലാവരും നോക്കുന്ന ആ പോസ്റ്റിന് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ബാക്കി തസ്തികകൾക്കെല്ലാം വരുന്നത് 18 മുതൽ 23 വയസ്സ് വരെയാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് റിലാക്സേഷൻ അവൈലബിൾ ആണ്. SC/ST കാറ്റഗറിയിൽ 5 വർഷവും OBCയിൽ 3 വർഷവും, എക്സ് സർവീസ് മെന്നിന് 3 വർഷം, പിന്നെ ചിൽഡ്രനെ ഡിപ്പെൻഡൻ്റ് ഓഫ് അൺറിസർവ്ഡ് 84-ൽ 5, 8 അങ്ങനെ വേറെ കുറച്ച് കാറ്റഗറീസും വരുന്നുണ്ട്. ഇനി അടുത്തത് പലവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ഇതിന് ഡൗട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഡ്രൈവർ തസ്തികയിലേക്കാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിനിമം മാട്രിക്കുലേഷനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ 10ാം ക്ലാസ് പാസ്സാണ്, SLC സർട്ടിഫിക്കറ്റ്. അതേപോലെ ഡ്രൈവർ തസ്തികയിലേക്ക് ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും വേണ്ടതാണ്. ടെസ്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാണ്. അതിന് മുന്നേ തന്നെ നിങ്ങൾ എടുത്തിരിക്കാം. റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റിന് മുന്നേ തന്നെ ഹെവി ലൈസൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്ത ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പോസ്റ്റ് വരുന്നത് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്കാണ്. അതും SLC തന്നെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിൽ കടക്കുമ്പോൾ 2 ഇയർത്തെ ITI അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ നാഷണലി സ്റ്റേറ്റ് അപ്രൻറ്റിസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. അത് 3 വർഷം ഡ്യൂറേഷനും അതിൻ്റെ കൂടെ 1 ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. നമ്മുടെ ITI പഠിച്ച സ്റ്റുഡൻസിനെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. പിന്നെ ബാക്കി ട്രേഡ്സ്മാനെ നോക്കുകയാണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ SLC തന്നെയാണ് അതിനകത്ത് വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ അറിഞ്ഞാൽ മതി. പയനീറിലേക്കാണ് പിന്നെ അടുത്തത് വരുന്നത്. പയനീറിലുള്ള മെയ്സനും അതുപോലെ ഇലക്ട്രീഷ്യനും അവർക്കും SLC തന്നെയാണ് അടിസ്ഥാന യോഗ്യത തന്നെ. 1 ഇയർ എക്സ്പീരിയൻസും വേണം എന്ന് പറയുന്നുണ്ട്. അവരിൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇൻഡസ്ട്രിയൽ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITIയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്. അപ്പോൾ ITIയിൽ മെയ്സനും ഇലക്ട്രീഷ്യനൊക്കെ ചെയ്തവർക്ക് ഇത് ഒരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഇതിനകത്ത് ഒരു കാര്യം എക്സാം ഫീസാണ്. എക്സാം ഫീസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 100 രൂപയാണ് എക്സാം ഫീസായിട്ട് വരുന്നത്. അതിനകത്ത് തന്നെ ഫീമെയിൽ SC/ST കാറ്റഗറീസിന് ഫീസില്ല, അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ എക്സ് സർവീസ് മെന്നും ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാൻ സെൻറ്റർ PET ഫിസിക്കൽ ടെസ്റ്റും ബാക്കി എല്ലാത്തിനും സെൻറ്റർ എവിടെയുള്ളത്. നമ്മൾ മലയാളികളായത് കാരണം കേരളത്തിൽ തന്നെ സെൻറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ സെൻറ്റർ ഉള്ളത് തിരുവനന്തപുരത്താണ്. ഓക്കെ, പള്ളിപ്പുറത്താണ് നമുക്ക് സെൻറ്റർ വരുന്നത്. അതുപോലെ തമിഴ്നാട്ടിലും സെൻറ്റർ ഉണ്ട്. തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ് വരുന്നത്. ആവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് സെൻറ്റർ വരുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കർണാടകയിലും സെൻറ്റർ നോക്കാവുന്നതാണ്. കർണാടകയിൽ സെൻറ്റർ വരുന്നത് ബംഗളൂരു ഏരിയയിലാണ് സെൻറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റർ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത കാര്യം നോക്കാൻ പോകുന്നത് ഇതിനകത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും കാര്യങ്ങളും ഉണ്ടാകും. അതിൻ്റെ ബേസിസിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഈ എക്സാമിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്കീമും കൂടി നമുക്ക് നോക്കാം. എക്സാം ഫസ്റ്റ് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ പോസ്റ്റിനനുസരിച്ച് റണ്ണിങ് വേണ്ടി വരും. അപ്പോൾ മെയിൽ ഡ്രൈവർ, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക് അങ്ങനത്തെയൊക്കെ വരികയാണെങ്കിൽ അവർ 5 കിലോമീറ്റർ 24 മിനിറ്റിനുള്ളിൽ, ഫീമെയിലിന് 1.6 കിലോമീറ്റർ 8.5 മിനിറ്റിനുള്ളിലും, കുക്ക് അങ്ങനെയുള്ള ഈ തസ്തികളിലേക്ക് വരുന്നതിനൊക്കെ 1.6 കിലോമീറ്റർ 10 മിനിറ്റിലും
ബാക്കി ഫീമെയിലിന് 1.6 കിലോമീറ്റർ 12 മിനിറ്റിലും. ഓക്കെ, പിന്നെ പയനീറിലാണെങ്കിൽ 1.6 കിലോമീറ്റർ 9 മിനിറ്റുമാണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്ത്രീകൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടുപറഞ്ഞു കഴിഞ്ഞാൽ അവർ അൺഫിറ്റ് ആണെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓൾ കാൻഡിഡേറ്റ്സ് ഹൈറ്റ് അവർ പറയുന്നത് നോർമലി മെയിൽ ഈ പറഞ്ഞ പോലെ തന്നെ 170 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ ഫീമെയിൽസ് 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറയുന്നത്. അതിനകത്തും റിലാക്സേഷൻ ഉണ്ട്. എസ് ടിക്കാണെങ്കിൽ 162.5. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് റിലാക്സേഷൻ ഒരുപാട് കാര്യങ്ങൾ കാണാവുന്നതായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഒരു കാര്യം പറയുന്നത് 80 സെൻറ്റിമീറ്റർ, അൺഎക്സ്പാൻഡഡ് സൈസ് പറയുന്നത് 80 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ മിനിമം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനകത്തും ചില എസ് ടി അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ അവിടെയും റിലാക്സേഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി ഇത് പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് എന്താ പറയണേ, BMI ലെവലിൽ ഒരു അപ്രോപ്രിയേറ്റ് വെയിറ്റ് ആയിരിക്കണം. ഓവർ വെയിറ്റ് പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നാണ്. പിന്നെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഇതിന് വരുന്നത്. അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അതിനകത്ത് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് എന്ന അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 മാർക്ക് 25 ക്വസ്റ്റ്യൻസ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്സിനും 25 മാർക്ക് 25 ക്വസ്റ്റ്യൻസ്, എലിമെൻ്ററി മാത്സ് ഉണ്ട് അതിന് 25 മാർക്ക് 25 ക്വസ്റ്റ്യൻസ്, പിന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അതിൻ്റെ ഒരു ബേസിക് നോളജിന് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കും. അങ്ങനെ മൊത്തത്തിൽ 100 മാർക്ക് 2 മണിക്കൂറായിരിക്കും എക്സാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് മാർക്സ് ഉള്ളതാണ്. 1/4 മാർക്കാണ് നെഗറ്റീവ് മാർക്സ് ആയിട്ട് വരുന്നത്. 0.25 ആണ് നെഗറ്റീവ് മാർക്സ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ എൻ്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം. ഓരോന്നിൻ്റെയും സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിലബസ് വരുന്നത്. ഹിന്ദിയും ഇംഗ്ലീഷും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബേസിക് ഹിന്ദി ഇംഗ്ലീഷും മനസ്സിലാക്കാനുള്ള കോംപ്രിഹെൻഷൻ മനസ്സിലാക്കാനുള്ള രീതിയിലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ട്രേഡ് ടെസ്റ്റും ഉണ്ടാകും. നിങ്ങൾ ഏതാണോ ട്രേഡിന് കൊടുത്തേക്കുന്നത് ആ ട്രേഡിന് ഉണ്ടാകും ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. അതിന് 50 പ്രാക്ടിക്കലാണ് ഉണ്ടാകുക. ഓക്കെ, അതിനകത്ത് മിനിമം 20 മാർക്ക് കിട്ടിയാലാണ് കാര്യം ഉണ്ടാകുക. ഡ്രൈവർക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യുക, പാർക്കിംഗ്, മെയിൻ്റനൻസ്, ലൈറ്റ് വെഹിക്കിൾ, ഹെവി വെഹിക്കിൾ അങ്ങനെയാണ്. മോട്ടോർ വെഹിക്കിൾ ആൾക്കാർക്ക് ഫിറ്റിംഗ്, അങ്ങനത്തെ ഓരോരോ തസ്തികയിലേക്ക് വരുന്ന കറക്റ്റായിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് വരിക ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ വെരിഫൈ ചെയ്യേണ്ടാവും. പിന്നെ ലാസ്റ്റ്ലി അവർ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ എക്സാമിനേഷനാണ് അവർ നടത്തുന്നുണ്ടാകുക. കാരണം ഈ ഒരു തസ്തികയിലേക്ക് CRPFലേക്കൊക്കെ മെഡിക്കൽ ഫിറ്റ്നസ് അവർ വളരെ കൃത്യമായിട്ട് നോക്കുന്ന കാര്യമായിരിക്കും. അതും കൂടി ഉണ്ടാവും. പിന്നെ ഐസൈറ്റും കൂടി അവർ നോക്കുന്നുണ്ടാവും. ഐ എക്സാമിനേഷൻ ഐ ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് CRPFൽ വരുന്ന കാര്യങ്ങളുണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ എല്ലാം നോക്കുക. അതുപോലെ ഈ നോട്ടിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ. എല്ലാവരും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ജോലി തന്നെ കിട്ടട്ടെ. അപ്പോൾ CRPF ആരും മറക്കണ്ട. ഒരുപാട് പോസ്റ്റുകളാണ്, നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി കരിയർ വിത്ത് അനസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ.